fuori dalle brutte abitudini. Zaccheo, con la preghiera, si liberò dal dannoso attaccamento al denaro e si trasformò in uomo generoso. E tu, che cosa vuoi che io ti conceda? ഈ തിരുവോസ്തി ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ച് സൂം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഗ്രോട്ടോ സെയിൻറ്റ് മിക്കാലിൻ്റെ അവിടെ അത് നോർമലായിട്ടുള്ളതാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരിച്ചിരി മുൻപേ ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞാട് ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. വളരെ സറ്റിലായിട്ട് നമുക്ക് നല്ലോണം. അപ്പം ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പം അവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് ഈ ഒരു ഏപ്രിൽ മാസം അവസാനിക്കുകയാണ് മക്കളെ. ഈ മാസത്തിൻ്റെ തുടക്കം തൊട്ട് ഇന്നലെ വരെ അല്ല ഇന്ന് രാവിലെ വരെയൊക്കെ എന്തുകൊണ്ടാണ് എൻ്റെ കൈ ഇങ്ങനെ അനങ്ങുന്ന അറിയത്തില്ല. തുടക്കം വരെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു നിമിഷത്തിന് തൊട്ട് മുൻപും ഈ മാസത്തിൻ്റെ ഏപ്രിൽ മാസം 2025 തുടക്കത്തിലും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇന്ന് അവരില്ലാതായി. നമുക്ക് ദൈവം ചെയ്തു തരുന്ന വലിയ അത്ഭുതം നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നും പറയുന്ന നമുക്ക് പറയുകയാണ്, ലോട്ടറി അടിക്കുന്നതോ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നതോ അല്ല. അതും ഒരു എക്സ്ട്രാ ഓർഡിനറി അനുഗ്രഹമായിരിക്കും. പക്ഷേ ഈ ഒരു അനുഗ്രഹവും നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ പഠിപ്പിക്കണം. ഈശോയെ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങാൻ പോകുന്നു. ഒരു പക്ഷേ റോഡിൽ വീണ് വല്ല വാഹനം ഇടിച്ചിട്ട് അവിടെ കിടക്കുകയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ എന്തെങ്കിലും അസുഖമായിട്ട് ഓപ്പറേഷനായിട്ട് സുഖമില്ലാണ്ട് അവിടെ കിടക്കുകയായിരിക്കാം. ഞാനോ എൻ്റെ കുടുംബങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം. അപ്പോഴും എൻ്റെ ജീവിതം ഇപ്പോൾ ഞാനിരിക്കുന്ന കണക്കാകില്ല. പ്രിയ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സദാസമയവും നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ നിമിഷവും. അടുത്ത വർഷമെന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ദിവസത്തിന് നാളെയെന്ന് മറ്റന്നാളെന്ന് നമ്മൾ പറയാറുണ്ട്. അടുത്ത ആഴ്ച, അടുത്ത മാസം, 3-ാം വർഷം പഠിത്തം കഴിയുമ്പോൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ദ മൊമെൻറ്റ് ദാറ്റ് ഈസ് നൗ, ഈ പ്രസൻറ്റ് മൊമെൻ്റ് അല്ലേ ഏറ്റവും വില പിടിച്ചത്, ഏറ്റവും അർത്ഥവത്തായത്. കാരണം അടുത്ത മൊമെൻറ്റിൽ എന്തുണ്ടാകും എന്ന് നമ്മൾ അറിയില്ലാത്തത് കൊണ്ടാണ്. നമ്മളെവിടെയായിരിക്കും, എന്തായിത്തീരും, ജീവനുള്ളവരുടെ ദേശത്ത് ഇരിക്കുവോ അതോ മരിച്ചവരുടെ ദേശത്തേക്ക് മാറ്റപ്പെടുവോ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, സദാസമയം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുവൻ. അരളിക്ക് എഴുന്നള്ളിച്ച് കുറച്ച് നേരം നിങ്ങൾ എവിടെന്നെങ്കിലുമുള്ള നിങ്ങൾ വെക്കുവൻ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അരളിക്ക് എഴുന്നേറ്റിരിക്കുമ്പം അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണമെന്നും കാണണമെന്നുമില്ല. ചിലപ്പോൾ ഞാൻ ഒബ്ലീവിയസ് ആയി പോകും. ചിലപ്പം അരളിക്കയിൽ ധാരാളം പേര് നോക്കിയിരിക്കുന്നുണ്ട്, അച്ഛൻ ക്ലാസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഈശോയെ ഇങ്ങനെ അരളിക്കയിൽ കാണുമ്പോൾ, ഞാനിപ്പോൾ 1 മിനിറ്റ് മുന്നേ ഈശോയോട് ചോദിച്ചു, ഈശോയെ, നമ്മൾ രണ്ടുപേരും എന്താണിങ്ങനെ? അങ്ങ് എന്നെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ അങ്ങയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സൃഷ്ടിയും സൃഷ്ടാവും. അല്ലാണ്ട് ഈശോ എനിക്ക് ഒന്നും തരുന്നില്ല, അനുഗ്രഹങ്ങളൊന്നും തരുന്നില്ല, എന്നോടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ എനിക്കായി മുറിയപ്പെട്ട ഈ തിരുശരീരത്തെ ഈ അരളിക്കയിൽ കാണുന്നത് തന്നെയാണ് എൻ്റെ സന്തോഷം.
എനിക്കായി ഓരോ തുള്ളി രക്തവും ഒഴുക്കി തന്ന ഈ ഈശോയുടെ തിരുശരീരത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ സംഭവം. നിങ്ങളൊരു ധ്യാനത്തിലേക്ക് കടക്കുക. അരളിക്ക കാണുമ്പോൾ ഒരു ധ്യാനത്തിലേക്ക്, ആ അരളിക്ക എന്താണ്, അതിലെന്താണ് ഇരിക്കുന്നത്, ആരാണ് ഇരിക്കുന്നത്, ആ ഇരിക്കുന്ന ആൾ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തന്നത്, അത് നിങ്ങൾ പിതാവായ ദൈവത്തെ കാണാൻ ശ്രമിക്കുക. നിങ്ങളതിൽ പുത്രനായ ഈശോയെ കാണാൻ ശ്രമിക്കുക. നിങ്ങളതിൽ പരിശുദ്ധാത്മാവിനെ കാണാൻ ശ്രമിക്കുക. ഇവരെല്ലാവരും നമ്മളോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കേട്ട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് എത്രമാത്രം ലഭിക്കുന്നോ അത്രയും തിരിച്ച് അവിടുത്തെ സ്നേഹിക്കുക. അവിടുത്തെ കാൽപാദത്തിൽ നിങ്ങളുടെ ജീവനും എല്ലാം സമർപ്പിക്കുക, മുഴുവനോടെയും. എന്തൊക്കെ നിങ്ങളാണ്, ഏത് ചെളിയാണോ, പക്ഷേ ദൈവത്തിന് റിഡീം ചെയ്ത് നിങ്ങളെ മാനസാന്തരപ്പെടുത്താൻ കഴിയാത്ത വിധം ഒരു കുറ്റവും കുഞ്ഞെ നീ ചെയ്തിട്ടില്ല. മകനെ, നീ അങ്ങനെയുള്ള ദൈവത്തിന് പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ദൈവത്തിനറിയാലോ നീ എന്തൊക്കെ ചെയ്യുമെന്നും മരണം വരെ എന്തൊക്കെ ചെയ്യുമെന്നും. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ മടിക്കരുത്. നാണക്കേട് ഉണ്ടാവരുത്, സംശയിക്കരുത്. കാരണം നിൻ്റെ വേദനയിലും ദുഃഖത്തിലും എല്ലാം അധികമാണ് ഈ ഈശോ. അതിലും ഉപരിയാണ് ഈശോയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും. നമുക്ക് ഈശോയെ ആരാധിക്കാം, ഒരുമിച്ച് നമുക്ക് ഈശോയെ വണങ്ങാം, ഒരുമിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തെ വീണ്ടും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കാം, സമർപ്പിക്കാം നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞ ആ കറുത്ത രൂപത്തിലിരിക്കുന്ന, വെറുതെ ഒന്ന് സൂം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞാടാണത്, രൂപം കാണുന്നുണ്ടായി. അതാ കണ്ട, അതാ അതാ കാണുന്നുണ്ടല്ലോ. കൊടി അവിടെ കാണാം, കാല് മടക്കി വെച്ചിരിക്കുന്നത് കാണാം. മുഖത്തിൻ്റെ ആ ഭാഗം ഇന്നാളത്തെ അത്രയും നമ്മൾ കാണുന്നില്ല. അതെനിക്ക് അന്ന് കണ്ടത് ബൈബിളിൻ്റെ പുറത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് അവിടെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നത്. കാല് മടങ്ങിയിരിക്കുന്നത് ഇതാണ്. ഈ ഫ്ലാഗാണ് ഈ കാണുന്നത്. ശരീരമാണ് ഈ വളഞ്ഞ് ഇതിലിരിക്കുന്നത്, കണ്ടില്ലേ? ശരീരത്തിൻ്റെ ആ ഭാഗം, മുൻവശം കാണുന്നില്ല, മുഖം കാണുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ എൻ്റെ ഈശോ അവിടെയുണ്ട്. ഈശോയ്ക്ക് നമ്മളോട് എന്തെല്ലാമൊക്കെ പറയാനുണ്ട്. എല്ലാ ദിവസവും മക്കളെ നിങ്ങളൊരു 15 മിനിറ്റെങ്കിലും, ഇനിയിപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കാൻ പോലെ ഒരു തീരുമാനം നിങ്ങളെടുക്കുക. നിങ്ങളെല്ലാ ദിവസവും ഒരു കുറച്ച് നേരം ഈശോയോട് ഒന്നും പറയണ്ട, വെറുതെ ആ സന്നിധിയിലൊന്ന് ഇരുന്നാൽ മതി. കൂട്ടിരിക്കുക. ഉറങ്ങുന്ന കുഞ്ഞിനെ നമ്മൾ കൂട്ടിരിക്കുമല്ലോ. ആ മരണക്കിടക്കയിലായിരുന്ന ഈശോ, മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ഈശോ, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ഈശോ, നമുക്ക് ഇച്ചിരി നേരം കൂട്ടിരുന്നാൽ മതി, വേറെ ഒന്നും പറയണ്ട. എന്നിട്ട് ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക, ഈശോയെ, എൻ്റെ ജീവിതം അങ്ങ് തന്നതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങേക്കത് തിരിച്ച് സമർപ്പിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ദുഃഖങ്ങളും കണ്ണീരും വേദനയോടും കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അതെല്ലാം അങ്ങ് അറിയുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഹല്ലേലൂയ. യേശുവേ, ഈ അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങാം മക്കളെ. പറ്റുമ്പോഴെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും ചാപ്പലിലോ നിത്യാരാധന ചാപ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഈശോയ്ക്കൊരു വലിയൊരു സന്തോഷം കൊടുക്കുന്ന കാര്യമായിരിക്കും. ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുക.